ശ്രീ വി വസീഫ്, നിങ്ങളുടെ പരാതി അടക്കം കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിൽ ഉണ്ടായിട്ട് ഒന്നും നടന്നിട്ടില്ല. കോൺഗ്രസിന്റെ സംഘടനാ രീതി ഈ നിലയ്ക്കു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഓരോ ഫോർമാറ്റിൽ തോറ്റിട്ടും പഠിക്കാതെ വീണ്ടും വീണ്ടും ക്യാപ്റ്റനെ നിശ്ചയിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ 30കളിലേക്ക് ചുരുങ്ങിയിരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് വിമർശനം. ഇവിടെ ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരിയാണ്, വസ്തുതയാണ്, അത് തർക്കമില്ല. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ജയിച്ചിരുന്ന പാർട്ടിയാണ് ഞങ്ങൾ. അന്ന് തോറ്റതായി ഇവർ, തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോയവരായി ഇവർ. കേരളത്തിനൊരു പൊതുരീതിയുണ്ട്. 5 വർഷം കഴിഞ്ഞ് മറ്റൊരു മുന്നണിയാണ്, UDF ആണെങ്കിൽ LDF ആണ്, പിന്നെ LDF ആണെങ്കിൽ UDF ആണ്, അങ്ങനെയാണ് സാധാരണ വരാറ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ തോൽക്കാതെയാണ് ഞങ്ങളിവിടെ നിന്നത്. അത് സഖാവ് പിണറായി വിജയൻ തന്നെയായിരുന്നു അന്ന് ഈ മുന്നണിയെ നയിച്ചത്. ഞങ്ങളുടെ ലീഡറായി, ഞങ്ങളുടെ നേതാവായി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് തോറ്റമ്പിയിട്ട് പ്രതിപക്ഷ നേതാവിനെ മാറ്റി മാളത്തിൽ ഒളിച്ചവർ ഇപ്പോൾ വന്നിട്ട് എന്തൊരു അഹങ്കാരമാണ് പറയുന്നത്. ആ അഹങ്കാരമൊക്കെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ. നമുക്ക് കാണാമെന്നേ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? ഇത് തന്നെയാണ്. ഇങ്ങനെ അധികാരത്തിന് വേണ്ടി അടിപിടി കൂടും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ പാർട്ടി മാറും, മറ്റു മുന്നണിയിലേക്ക് പോകും, തമ്മിൽ തല്ലും, ആളെ കൊല്ലും. ഇതൊക്കെ ചെയ്തിട്ടില്ലേ ഇവിടെ? ഈ രാജ്യത്ത് നമ്മൾ കണ്ടതല്ലേ നിങ്ങൾ? അധികാരത്തിന് വേണ്ടിയാ, ആശയത്തിന് വേണ്ടിയല്ല. അധികാരത്തിന് വേണ്ടി അടിപിടി കൂടുന്നു, തമ്മിൽ തല്ലുന്നു, തെരുവിലിറങ്ങുന്നു, ആക്ഷേപിക്കുന്നു, തെറി വിളിക്കുന്നു. ഇതെല്ലാം ചെയ്തത് നിങ്ങളാണെന്നേ. ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെയോ ഒരു മുദ്രാവാക്യം വിളിച്ചതിൻ്റെയോ ഒരു നിലപാട് പറഞ്ഞതിൻ്റെയോ അല്ല. വെറും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും തർക്കിക്കുന്നതും ഈ ജയിപ്പിച്ച ജനത്തെ പുച്ഛിക്കുന്നതും. എന്നിട്ടും ഞങ്ങളോടാണോ പറയുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട്? നിങ്ങളുടെ മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഞങ്ങൾ ഇടപെട്ടോ? ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഒരക്ഷരം പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളല്ലേ നിങ്ങളുടെ നേതാക്കന്മാരുടെ ചിത്രത്തിന് മുമ്പിൽ പരസ്പരം കാർക്കിച്ച് തുപ്പുന്നത്? ഈ കേരളം കണ്ടതല്ലേ അത്? ഈ നാട്ടിലാകെ കണ്ടതല്ലേ? അവരെയൊക്കെ നിങ്ങൾക്ക് അറിയാത്തതാ? ഈ കേരളത്തിൽ ഉടനീളം വിവിധ പ്രകടനങ്ങൾ നടന്നില്ലേ? ഇനി അതൊക്കെ നടത്തിയത് CPM ആണ് എന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലായിരുന്നു. നിങ്ങളുടെ വക്താവായി വരുന്ന ആളാണല്ലോ പയങ്കുളം മധു. അദ്ദേഹത്തിൻ്റെ ബൈറ്റുണ്ടല്ലോ, കേട്ടില്ലേ നിങ്ങൾ? എത്ര ആളുടേത് വേണം? ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും കമൻറ്റുകളായിട്ടും എത്ര വേണം? 100 കണക്കിന് വേണേ ഞാൻ ഇപ്പോൾ അയച്ചുതരാം. നിങ്ങളുടെ നേതാക്കന്മാരുടെ സ്വഭാവം പറഞ്ഞതിൽ ഒന്നെന്താ? KC വേണുഗോപാലിനെ ഡൽഹിയിൽ വേണം. ആർക്ക് വേണമെന്നാ? BJPക്ക്, RSSന്. ഇവിടെ അവർക്ക് നല്ലത് ഇദ്ദേഹമാണ്. എന്തൊക്കെ തരത്തിലാണ് വരുന്നത്? ഞങ്ങളാ ഇതൊക്കെ എഴുതി വിട്ടത്? ഞങ്ങൾ ആ ഭാഗത്തേക്കേ നോക്കുന്നില്ല. ഞങ്ങൾ നോക്കുന്നത് ഈ ജനങ്ങൾ നൽകിയ മാൻഡേറ്റിനനുസരിച്ച് നിങ്ങൾ ഭരിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ എന്താണ്? അവിടെയാണ് ഞങ്ങൾ ഇടപെടാൻ പോകുന്നത്. അവിടെയാണ് ഞങ്ങൾ അഭിപ്രായം പറയാൻ പോകുന്നത്. രാഷ്ട്രീയമായും സംഘടനാപരമായും അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുക. ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ, അതിന് വിഘാതമാകുന്ന തരത്തിലേക്ക് നിങ്ങൾ രാഷ്ട്രീയമായോ അല്ലാതെയോ നിങ്ങളുടെ ഭരണത്തിലോ ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് ഞങ്ങൾ വിമർശിക്കുക. ആ തരത്തിലാണ് വരിക. പിന്നെ നിങ്ങളുടെ ഈ ഒരു തമ്മിൽ തല്ല്, സംഘർഷം ഒരു ക്രമസമാധാന പ്രശ്നമായി വരുന്ന സമയത്ത്, റോട്ടിലിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അഭിപ്രായം പറയും. വല്ലാതെ വരുമ്പോൾ ഒരു പരിധിവരെ നമ്മളിതൊക്കെ സഹിക്കും. ജനാധിപത്യത്തിൻ്റെ, കോൺഗ്രസിൻ്റെ സൗന്ദര്യം. അതാണല്ലോ പുതിയ വാക്ക്, ജനാധിപത്യത്തിൻ്റെ കോൺഗ്രസിൻ്റെ സൗന്ദര്യം. അത് നമ്മൾ അത്രയേ കാണുന്നുള്ളൂ. അല്ല, നിങ്ങൾ അതിനൊന്നും ഞങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഞങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ തീരുമാനിക്ക്, നിങ്ങൾ എന്നിട്ട് പ്രഖ്യാപിക്ക്. അപ്പോൾ പറയുക, ഒരു സ്ഥാനത്തേക്ക് 2 പേരുണ്ടാകും, 2 സ്ഥാനത്തേക്ക് 4 പേരുണ്ടാകും. ഉണ്ടായിക്കോന്നേ, ആർക്കാ എതിർപ്പ്? നിങ്ങൾ ഒരു സ്ഥാനത്തേക്ക് 10ഓ 15ഓ എത്ര പേരും ഉണ്ടായിക്കോ. പിന്നെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രമായിരുന്നു അഭിപ്രായ വ്യത്യാസം ആണോ? അല്ല, AICCക്ക് പരാതി അടക്കം പോയിരുന്നു. AICCക്ക് പരാതി കൊടുക്കുകയും അതിൽ മാതൃക ഈ കാർഡ് നിർമ്മിച്ചതും അതിന്റെ വീഡിയോ അടക്കം പരാതി കൊടുക്കുകയും ചെയ്തു. ആ വീഡിയോ അടക്കം കിട്ടണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ അത് അവർ പുറത്തുവിടാൻ തയ്യാറല്ല. നിങ്ങളുടെ സർക്കാർ അന്വേഷിച്ചിട്ട് അതിൽ പരിഹാരം കാണാനും സാധിച്ചില്ല.
അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ കേരള പോലീസിന് ആ അന്വേഷണത്തിലെ പരിമിതികളുണ്ട് എന്ന് പോലീസും ഞങ്ങളൊക്കെ പറഞ്ഞു. കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിച്ചല്ലോ. നമുക്കറിയാലോ അന്ന് BJP, കാരണം വോട്ടർ ID ആണ്. ഞങ്ങൾ കൊടുത്ത പരാതി കേന്ദ്ര ഏജൻസിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. വോട്ടർ ID ആണ് ഇന്ത്യയുടെ ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഈ നമ്മുടെയൊക്കെ ഇലക്ഷൻ ID കാർഡാണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയത്. ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാ? ഇവർ തരുന്നതല്ലേ. കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും പരാതി ഉള്ളത് കൊണ്ടല്ലേ. അതറിയാത്തവരാ നിങ്ങൾ? നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തിട്ടില്ലേ? ഈ കോഴിക്കോട് കൊടുത്തിട്ടുണ്ടല്ലോ, കോട്ടയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, എത്ര സ്ഥലത്ത് കൊടുത്തു? അന്ന് എത്ര പേരുടെ പ്രതികരണമുണ്ടായി? നമ്മൾ കണ്ടതല്ലേ. ഈ മത്സരത്തിന് പങ്കെടുക്കാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലില്ലാത്ത ആള് പ്രസിഡൻ്റായി വരുന്നു പല സ്ഥലത്തും ഇല്ലേ, നിങ്ങളുടെ നിയോജക മണ്ഡലം ജില്ലയിലൊക്കെ. എന്തൊക്കെ നടന്നേ, ഇതൊക്കെ കണ്ടു ഈ കേരളം. പിന്നെ അങ്ങനെ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് പോയി, ഞാൻ ആ കാരണമൊന്നും പറയുന്നില്ല. പിന്നെ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താ നിങ്ങളെടുത്ത മാനദണ്ഡം? അന്ന് ആകുമെന്ന് പ്രതീക്ഷിച്ച പ്രസിഡന്റ് എന്താ പറഞ്ഞത്? വിലപിച്ചില്ലേ? ഇപ്പോൾ പരാതി ഉണ്ടാവില്ല, ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു മാനദണ്ഡം? എന്തായിരുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാത്തത്? ഇതൊക്കെ ഈ കേരളത്തിൽ ജനങ്ങൾ, ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, നിങ്ങളെ നിരീക്ഷിക്കുന്ന, ഇതെല്ലാം മനസ്സിലാക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പൊ നിങ്ങൾ പറയിപ്പിച്ചുകൊണ്ട് പറയുന്ന ശരി അല്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അധികം പോകേണ്ടതില്ല. ഞാൻ അങ്ങനെയാണ് അത് അവസാനിപ്പിക്കുകയും ചെയ്ത്. ഒരൊറ്റ മിനിറ്റ്, എനിക്ക് മറ്റതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങൊന്ന് കൈ ചൂണ്ടുന്നത് ഞാൻ കണ്ടിരുന്നു, പറയൂ. ഒരു 10 സെക്കൻഡ് അദ്ദേഹത്തിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞത് ഈ ജനാധിപത്യ പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്ത് കളഞ്ഞേക്കും എന്നാണ്. കണ്ണേ കരളെ VSA, ജീവൻ വേണ ജീവൻ തരാം, ചോര വേണ നീര് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി പിന്നീട് VS അച്യുതാനന്ദൻ അല്ല നിക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് അതേ VSനെ തെരഞ്ഞെടുപ്പിൽ നയിക്കുകയും പിന്നീട് പിണറായി വിജയൻ അങ്ങ് പറഞ്ഞപ്പോ കൈ ഉയർത്തിയാ ഞാൻ ചെയ്തത്. മുഴുവൻ കാര്യങ്ങളും ഇടപെട്ടില്ലല്ലോ. അപ്പൊ എന്റെ സമയത്ത് ഇടപെട്ട് നിങ്ങൾ മറുപടി പറയാണ്. അതിലൊരു വസ്തുതാവിരുദ്ധതയില്ലേ? അങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് വസീഫ് പറഞ്ഞില്ലല്ലോ. അല്ലല്ല ഞങ്ങൾ ഇടപെടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാനത് തിരുത്തുന്നു. ഞങ്ങൾ അപ്പോൾ ഇടപെടും എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, ആയിക്കോട്ടെ. അല്ലല്ല, അങ്ങയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാന്നുള്ള. ഓക്കെ ശ്രീ വസീഫ്, നിങ്ങൾ ഈ കണ്ണേ കരളെ VS എന്ന് വിളിച്ചവരാരാം? അതിനുശേഷം അതേ VSനെ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നയിച്ച് ലാസ്റ്റ് പിണറായി വിജയൻ വരികയും ആ പിണറായി വിജയനെ തീരുമാനിച്ചതിന് ശേഷം 4 ദിവസമാണ് സഖാവ് VS മാധ്യമങ്ങളെ കാണാത്തത്. റിപ്പോർട്ടറിന്റെ ആർക്കൈവ്സ് എടുത്ത് നോക്കിയാൽ കാണാം. അതിനുശേഷം സഖാവ് സീതാറാം യെച്ചൂരിക്ക് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ എത്തേണ്ടി വന്നു. അതിനുശേഷം എന്താ തീരുമാനിച്ചത്? നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കേരളക്കര ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്ന അധികാരത്തിന്റെ അപ്പകഷ്ണം, എൻ്റെ സ്നേഹിതൻ വസീഫ് പറഞ്ഞ ആ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിൽ ഏറ്റവും മുഴുത്ത പീസ്, ആ പീസ് തന്നെ അദ്ദേഹത്തിന് കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടി വന്നതും അങ്ങ് നേരത്തെ പുച്ഛഭാവത്തിൽ പറഞ്ഞ തിങ്കളാഴ്ച പറയാം. അല്ല, അധികാരത്തിന് അപകർഷമാണെന്ന് നിർബന്ധ ബോധ്യവും ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. പ്രത്യേകം ചുട്ടെടുത്ത് അദ്ദേഹത്തിന് കൊണ്ടുപോയി വിളമ്പിയ ശേഷമാണ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. മാധുവിന് അത് ഓർമ്മയുണ്ടാവും. അത് വസീഫിന് മറവി സംഭവിച്ചില്ല. അത് അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കി പ്രത്യേകം ചുട്ടെടുത്തതുമാണെങ്കിൽ UDF ഉണ്ടാവില്ല എന്ന് വിചാരിക്കാമല്ലോ അല്ലെ? നമുക്കും തിങ്കളാഴ്ച കാണാം. ഉണ്ടാവില്ലെങ്കിൽ നല്ലത് കേട്ടോ, ഉണ്ടാവില്ലെങ്കിൽ നല്ലത്. ചില പറഞ്ഞു കേൾക്കലുള്ളത് കൊണ്ട് ചോദിച്ചതാ. അല്ല, ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല, പറഞ്ഞു കേൾക്കലുകൾ ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങയുടെ ബോധ്യത്തിൽ നിന്നാണ് ഞാനത് ചോദിച്ചത്. അതൊരു അധികാരത്തിന്റെ അപകർഷമാണെങ്കിൽ ഞങ്ങളുടെ സർക്കാരിൽ അത് ഉണ്ടാകില്ല എന്ന് ഏറ്റവും വലിയ പ്രവർത്തകനും പറയാൻ കഴിയണം. 10 സെക്കൻഡ് ഞാൻ അതിന് ഉത്തരം പറയാം.
ഈ 102 സീറ്റിന്റെ സെക്കൻഡ് മാൻഡേറ്റ് കഴിഞ്ഞാൽ എന്നെ ജനം പറയാൻ UDF ന് അനുവദിക്കണേ. നൽകിയിരിക്കുന്നത് ശൈലി മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. ശരി. അല്ലല്ല, ശൈലി മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ ശൈലി മാറ്റത്തിൽ അനാവശ്യമായ പദവികൾ, അനാവശ്യമായ അധികാര കേന്ദ്രങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ടാണ് പിണറായി വിജയന് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പോകേണ്ടി വരുന്നത്. ശരി. അത് UDF ആ ശൈലി മാറ്റം മുഖമുദ്രയാക്കിയെടുത്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കും. ശരി. അപ്പൊ നമുക്ക് ഉണ്ടാവില്ലെങ്കിൽ നല്ലത്, ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് പറഞ്ഞതുപോലെ തിങ്കളാഴ്ച അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാം. Debate with Madhu Saji.